എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ധ്യാനലിംഗത്തിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ച് ഫൈനലായിട്ട് സദ്ഗുരുവിൻ്റെ അഭിപ്രായം എന്തുവാ, ധ്യാനലിംഗത്തിനെക്കുറിച്ച് നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്തുവാ. ഇപ്പം ഇത്രയും നാൾ നമ്മൾ കണ്ടത് അതിനെ എങ്ങനെ എനർജി ഉണ്ടാക്കി, ആളുകളെ തിരഞ്ഞെടുത്തു, എനർജിയെ പകർത്തി എങ്ങനെയൊക്കെ അത് നേരെയാക്കി എന്നുള്ളതാണ് ഇത്രയും നാൾ കണ്ടത്. ഇന്ന് സദ്ഗുരുവിൻ്റെ അഭിപ്രായം എന്തുവാ എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1999 ജൂൺ 23 ഈ കോൺസെക്രേഷൻ പ്രാണപ്രതിഷ്ഠ തീർന്നത്. അതായത് ധ്യാനലിംഗത്തിനെ കംപ്ലീറ്റ് ചെയ്തത്, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ കംപ്ലീറ്റ് ആയത് ജൂൺ 23 അതേ വർഷം തന്നെ നവംബർ മാസം അത് പബ്ലിക്കിന് കാണാനായിട്ട് തുറന്നും കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ അത് പബ്ലിക്കിന് ഓപ്പണാണ്. അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ആ സദ്ഗുരു എന്തു പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അതായത് അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാൽ, ഈ ലോകത്ത് ഇതുപോലെ ഒരു ധ്യാനലിംഗം വേറെ എവിടെയും ഇല്ലെന്നാണ് പറയുന്നത്. അത് സത്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. 12 ജ്യോതിർലിംഗവും സ്വയംഭൂവായിട്ട് ഉണ്ടായതാണ്. സ്വയംഭൂവായിട്ടുണ്ടായെന്ന് വെച്ചാൽ തന്നെത്താനേ അത് ഉണ്ടാകുന്നതാണ്, നമ്മൾ കൊണ്ടുപോയി പ്രതിഷ്ഠ ചെയ്യുന്നതല്ല. അങ്ങനെ ഈ 12 ജ്യോതിർലിംഗവും വളരെ പ്രസിദ്ധമായ അമ്പലങ്ങളിലാണ്. അതായത് ജ്യോതിർലിംഗം സ്വയംഭൂവായിട്ട് ഉണ്ടാകും, അതിനെ ചുറ്റി അമ്പലങ്ങൾ പണിയും. അങ്ങനെയാണ് ഉള്ളത്. 12 ജ്യോതിർലിംഗമുണ്ട്. ഈ 12 ജ്യോതിർലിംഗത്തിലും ഓരോ സ്ഥലത്തുള്ളതിലും ഒരു ചക്രയുടെ ഇഫക്റ്റ് കാണും. ഇപ്പം ഒരു അമ്പലത്തിൽ പോകുമ്പം നമുക്ക് അസുഖങ്ങളെല്ലാം മാറുമെന്ന് പറയും. ഒരു അമ്പലത്തിൽ പോകുമ്പം കാശുണ്ടാക്കും എന്ന് പറയും. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും അത് എന്തിനാ അങ്ങനെ ചെയ്തിരിക്കുന്നേ, ആ സ്ഥലത്തുള്ള ശക്തി എനർജി എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നു തിരുപ്പതിക്ക് പോയിട്ട് വന്നാൽ നമുക്ക് കാശുണ്ടാകും. തിരുപ്പതിക്ക് പോയിട്ട് വന്നതുകൊണ്ട് നമുക്ക് കാശുണ്ടാകണമെന്ന് ഇല്ല. അതായത് തിരുപ്പതിയിലുള്ള ആ ബാലാജി പ്രതിമയ്ക്ക് കാശിനെ ആകർഷിക്കുന്ന ശക്തിയുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പം ആ ശക്തിയിൽ ശകലമെങ്കിലും നമുക്ക് കിട്ടുമോ, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്ന് കാശുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ആളുകളുടെ ആഗ്രഹം. ഓക്കെ, പക്ഷേ ഇവിടെ ഈ കോയമ്പത്തൂർ ഈശാ യോഗ സെൻറ്ററിലുള്ള സദ്ഗുരു സ്ഥാപിച്ച ധ്യാനലിംഗം എന്ന് പറയുന്നത് 7 ചക്രാസും ഒരേ സ്ഥലത്ത് ആക്റ്റീവായിട്ടിരിക്കുന്ന പ്രതിഷ്ഠയാണ്. അപ്പം ജ്യോതിർലിംഗത്തിനെക്കാട്ടിലും പവറുള്ളതാണ് ഇവിടെ ഉള്ളത് എന്നാണ് സദ്ഗുരു പറയാൻ വരുന്നത്. അതുമാത്രമല്ല, ഈ ധ്യാനലിംഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലൈവ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അലൈവ് എന്ന് വെച്ചാൽ അതിന് ജീവനുണ്ട്. വെറും എനർജി ഇട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ബോക്സ് അല്ല, അത് ജീവനുണ്ട്. അതായത് ഒരു മനുഷ്യന് 7 ചക്രാസുണ്ട്. നമ്മളിൽ ഓരോരുത്തർക്കും 7 ചക്രാസും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ചിലർക്ക് മൂലാധാരം നല്ലതായിരിക്കും, ബാക്കി 2 വലിയ ആക്റ്റീവായിട്ടുള്ളതല്ലായിരിക്കും. ചിലർക്ക് അനാഹത ചക്രം ആക്റ്റീവായിട്ടിരിക്കും, ചിലർക്ക് മണിപൂരക ചക്രം ആക്റ്റീവായിട്ടായിരിക്കും, ചിലർക്ക് ആജ്ഞയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യന് എല്ലാ 7 ചക്രങ്ങളും ആക്റ്റീവായിട്ടിരിക്കണമെന്ന് ഇല്ല. പക്ഷേ ഇവിടെ ധ്യാനലിംഗത്തിൽ ഒരു മനുഷ്യനാണ്, അത് ജീവനുള്ള ഒരു മനുഷ്യനാണ്. അതിലും 7 ചക്രാസും ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന് തുല്യമാണ് അത് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ സദ്ഗുരു പറയുന്നത് ഒരു 5000-10000 വർഷം വരെ ഇത് അങ്ങനെ തന്നെ നിൽക്കും. അതിലൊരു ലീക്കേജ് ഓഫ് എനർജിയോ ഡ്രെയിനേജ് ഓഫ് എനർജിയോ ഒന്നും വരാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഒരു ദിവസം അവിടെ പോയി ഇരുന്നാൽ അറിയാം എത്ര പേരാണ് വരുന്നത്. അപ്പം നമ്മൾ പോകുന്നവരെല്ലാവരും നല്ല മനസ്സോട് ഹൈ എനർജി ലെവലോടാണ് പോകുന്നതെന്നൊന്നുമില്ല. നമുക്ക് വലിയ പാടും ദുരിതവും മനസ്സിൻ്റെ ദുഃഖവും പ്രയാസങ്ങളും എല്ലാം കൊണ്ടായിരിക്കാം അവിടെയും പോകുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് എനർജിയോടുകൂടി പോയാൽ പോലും അവിടുത്തെ ധ്യാനലിംഗത്തിൻ്റെ എനർജിക്ക് ഒരു കുറവും വരത്തില്ല. എന്ന് വെച്ചാൽ അവിടെ ഓരോ ചക്രാസിനെയും എനർജി കൊടുത്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ലീക്കേജ് വരുമെന്നുള്ള യാതൊരു ഭയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സദ്ഗുരു പറയുന്നത് എത്ര കാലം വേണമെങ്കിലും ഇത് അങ്ങനെ തന്നെ ഇരിക്കും എന്ന്. അതുമാത്രമല്ല, ഇങ്ങനെ ഈ ഒരു ധ്യാനലിംഗം ചെയ്യണം, അതായത് മനുഷ്യന് വേണ്ടി, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് പുരോഗമനം ഉണ്ടാകാൻ വേണ്ടി ചെയ്യാൻ ഇങ്ങനെ ഒരു ധ്യാനലിംഗം ചെയ്യണമെന്ന് ഇതിനു മുമ്പേയും ഒരുപാട് പേര് ആഗ്രഹിച്ചു. പക്ഷേ അവരെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല. സദ്ഗുരുവിന് തന്നെ ഇതിൻ്റെ മുമ്പത്തെ ജന്മത്തിൽ, അതിൻ്റെ മുമ്പത്തെ ജന്മത്തിലൊക്കെ ആഗ്രഹിച്ചതാണ്. അതുമാത്രമല്ല, സദ്ഗുരുവിൻ്റെ ഗുരു സ്വാമി പഴനിസ്വാമിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരാരെ കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ഈ ജന്മം ഞാൻ എടുത്തത് ഇതിന് മാത്രം വേണ്ടിയാണ് എന്നാണ് സദ്ഗുരു പറയുന്നത്. അപ്പം അത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഈ ജന്മം എടുത്തത് തന്നെ വേസ്റ്റ് എന്നുള്ള ഒരു തോന്നൽ കാണും. എന്തായിരുന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട്, ആ ശിവൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ധ്യാനലിംഗം പ്രാണപ്രതിഷ്ഠ നല്ല രീതിയിൽ ചെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ധ്യാനലിംഗത്തിന് പൂജയും അഭിഷേകവും മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഈ അമ്പലങ്ങളിൽ, സാധാരണ അമ്പലങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യവും അതിനാവശ്യമില്ല. അപ്പോൾ ദിവസം അതിനകത്ത് പൂവൊക്കെ ഇടും, അതിൻ്റെ പുറത്ത് പൂവിടും, ചുറ്റിയിലും പൂ വയ്ക്കും, ചുറ്റിയിലും വെള്ളമുണ്ട്, അതിൽ നമുക്ക് താമരപ്പൂവൊക്കെ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഈ നമ്മൾ ശിവനോ ദേവിക്കോ അഭിഷേകം ചെയ്യുന്ന പോലെ ഒന്നും അതിനകത്ത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് സദ്ഗുരു അവകാശപ്പെടുന്നത്. അങ്ങനെ അതുമാത്രമല്ല, ഒരുപാട് പേര് സദ്ഗുരുവിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. ഈ ലിംഗം എന്തിനാണ് നിങ്ങളെടുത്തത്? ഈ ലിംഗരൂപം ഒരു ശിവൻ്റെ രൂപത്തിൽ ചെയ്തിരിക്കായിരുന്നല്ലോ, ഇത് ശിവൻ്റെ ഒരു ഇതാണ്, പ്രതിഷ്ഠയാണ് എന്ന് നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ശിവൻ്റെ രൂപത്തിൽ ചെയ്തിരിക്കാൻ ഈ ലിംഗരൂപത്തിൽ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അതായത് പൊതുവേ എല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പോൾ ശിവലിംഗത്തിൽ അടിയിൽ വട്ടമായിട്ടൊരു ഭാഗം കാണും, പിന്നെയാണ് ആ ലിംഗഭാഗം. അപ്പം ഈ വട്ടമായിട്ടുള്ള ഭാഗം പെണ്ണുങ്ങളുടെ യോനിയാണ്. ഈ ലിംഗം എന്ന് പറയുന്നത് ആണുങ്ങളുടെ മെയിൻ പാർട്ടാണ്, പീനിസ് എന്നാണ് എല്ലാവരുടെയും വെപ്പ്. അത് ഒരു വിധത്തിൽ ശരിയാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ശിവലിംഗത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ശിവലിംഗം എന്ന് പറയുന്നത് ഒരു പുരുഷ തത്വത്തിൻ്റെയും പ്രകൃതി തത്വത്തിൻ്റെയും ഒരു സംഗമമാണ്. പുരുഷ തത്വം എന്ന് പറയുന്നത് നമ്മൾ ശിവൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷ തത്വം എന്ന് മാത്രം വിചാരിച്ചാലും മതി. പ്രകൃതി തത്വം എന്ന് പറയുന്നത് നേച്ചറാണ്, അതായത് പ്രകൃതി. അപ്പോൾ അത് ദേവിയാണ്. അപ്പം ഈ ശിവലിംഗം എന്ന് പറയുന്നത് ഈ പുരുഷ തത്വത്തിൻ്റെയും പ്രകൃതി തത്വത്തിൻ്റെയും യൂണിയനാണ്. അതിനെയാണ് നമ്മൾ ഹിന്ദുയിസത്തിൽ ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് ലോർഡ് ശിവ ആൻഡ് ശക്തി പാർവതി എന്ന് നമ്മൾ പറയുന്നത്. ശിവൻ്റെയും പാർവതിയുടെയും ഒരു സംഗമമാണ് അത് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യം സദ്ഗുരു എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അതായത് ആദ്യം ഈ എനർജി, ഈ പ്രപഞ്ചത്തിൽ എനർജി തോന്നിയത് ഈ ലിംഗത്തിൻ്റെ ഷേപ്പിലാണ്, പോലും എലിപ്സോയിഡൽ ഷേപ്പിലാണ് എനർജി തോന്നിയത്. അതുപോലെ എന്നെങ്കിലും ഈ യൂണിവേഴ്സ് തന്നെ ഇല്ലാതാകുമ്പം ഒടുക്കം ആ എനർജി ചുരുങ്ങി ഈ ലിംഗ വടിവത്തിലായിരിക്കും വരുന്നത് എന്ന് പറയുന്നു. അത് ഒരു ആസ്പെക്റ്റ്. ഓക്കെ, അത് പിന്നെ ഇത് റിച്വൽസ് എല്ലാം വേണ്ട എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അതുമാത്രമല്ല, ഈ അവിടുത്തെ ഡോം ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഡോം ചെയ്ത് തന്നെ അത് തന്നെ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരിതാണ്. അതായത് നിങ്ങൾക്ക് പോയി കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ ഒരു വീട് വയ്ക്കുമ്പം തന്നെ ഇടയിൽ ഒരുപാട് പില്ലേഴ്സ് വയ്ക്കും, പില്ലേഴ്സുണ്ട്. അതുമാത്രമല്ല, കോൺക്രീറ്റ് സപ്പോർട്ട് വയ്ക്കും.
ഈ ഡോം എന്ന് പറയുന്നത് ഇങ്ങനെ ഉരുണ്ടിരിക്കും, അതിൻ്റെ നടുക്കാണ് ധ്യാനലിംഗം. ഈ ഡോം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സപ്പോർട്ടും ഇല്ലാതാണ് നിർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, സാധാരണ ഈ ചുടുകല്ലും സിമൻറ്റും അങ്ങനല്ല. അതായത് കല്ലും കട്ടയും ഒക്കെ ഉണ്ട്, പക്ഷേ അതിനെ ചേർത്ത് പൂശിക്കുഴച്ചിരിക്കുന്ന ചാന്ത് എന്ന് പറയുന്നതൊക്കെ എല്ലാമേ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. വേറെ ഇപ്പോൾ എം സാൻഡ് ഇടുന്നു. ഇപ്പം നമ്മളിപ്പം വീട് വയ്ക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് എം സാൻഡാണ്. നമ്മൾ ആറ്റിൻ്റെ കരയിൽ നിന്ന് പോയി സാൻഡ് എടുത്ത് മണൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ എം സാൻഡിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് ജീവനുള്ള ഒരു സാധനമാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ ഇരുന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് സദ്ഗുരുവിൻ്റെ ഐഡിയ. അതിന് തന്നെയാണ് ലോകമെമ്പാടും ഉള്ള ആൾക്കാർക്ക് വേണ്ടി, പൊതുവെ മനുഷ്യർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിച്ച് വന്നതും അത് ചെയ്തു തീർത്തതും. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ പറയുന്നു, കേരളത്തിലുള്ളവർ അവിടെ കുറച്ച് പേരെ പോയി കാണത്തുള്ളൂ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി ആ ധ്യാനലിംഗത്തിൻ്റെ മുമ്പിൽ നിന്ന് അവിടെ ഇരുന്ന് ധ്യാനിക്കാം. ഇരുന്ന് കുറച്ച് നേരം ധ്യാനിച്ചാൽ നമുക്ക് നമ്മുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആകും, നമുക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകും. ആ ഒരു വിചാരത്തോട് നമ്മൾ പോയാൽ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ശരി, നന്ദി.